ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജോർജ് ടൌണിൽ ഗയാന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. മത്സ്യബന്ധന മേഖലയിലെ സുസ്ഥിര വളർച്ച ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയുടെ കയറ്റുമതി മേഖല മികച്ച നിലയിലാണ് മുന്നേറുന്നതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ നേരിടുന്നതിനുള്ള അടിയന്തര സഹായം കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാൻ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ക്വാർട്ടറിൽ കടന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജോർജ് ടൌണിൽ ഗയാന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഗയാനയിലെയും കരീബിയൻ മേഖലയിലെയും പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളുമായും അദ്ദേഹം സംവദിക്കും. ഗയാനയിലെ ഇന്ത്യൻ സമൂഹത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി നൈജീരിയ, ബ്രസീൽ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ശ്രീ മോദി ഗയാനയിൽ എത്തിയത്. വിദേശ രാജ്യങ്ങളുടെ പാർലമെന്റിൽ ഇന്ത്യൻ ജനതയ്ക്കായി ശ്രീ മോദി പങ്കെടുക്കുന്ന 14ാമത്തെ പരിപാടിയാണ് ഇത്. ഏറ്റവും കൂടുതൽ വിദേശ പാർലമെന്റുകളെ അഭിസംബോധന ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഗയാനയുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ഓർഡർ ഓഫ് എക്സലൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ദർശനപരമായ രാഷ്ട്രതന്ത്രം, ആഗോള വേദികളിൽ വികസ്വര രാജ്യങ്ങളുടെ അവകാശങ്ങൾക്കായി സ്വീകരിച്ച നിലപാട്, ഇന്ത്യ ഗയാന ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത എന്നിവ പരിഗണിച്ചാണ് പുരസ്കാരം. ഗയാനയിലെ സ്റ്റേറ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. നേരത്തെ കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതിയും പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഹൈദരാബാദിലെത്തി. ഒരു സ്വകാര്യ ചാനൽ സംഘടിപ്പിക്കുന്ന കോടി ദീപോത്സവം പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ രാവിലെ 4ാമത് അന്താരാഷ്ട്ര സാംസ്കാരികോത്സവമായ ലോക് മന്ഥൻ രാഷ്ട്രപതി മുർമു ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. 2016ൽ ആരംഭിച്ച ലോക് മന്ഥൻ രാജ്യത്തിന്റെ തെക്കൻ മേഖലയിൽ ആദ്യമായാണ് നടക്കുന്നത്. 12 രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ, സാംസ്കാരിക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. മത്സ്യബന്ധന മേഖലയിലെ സുസ്ഥിര വളർച്ച ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. 2024ലെ ലോക മത്സ്യദിനത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ മത്സ്യോൽപാദനത്തിൽ സമുദ്ര മത്സ്യബന്ധനത്തേക്കാൾ കൂടുതൽ പങ്ക് വഹിക്കുന്നത് ഉൾനാടൻ മത്സ്യബന്ധനമാണെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യമാക്കാനുള്ള കാഴ്ചപ്പാട് നടപ്പിലാക്കുന്നതിനായി രാജ്യത്ത് സമഗ്രമായ കായിക നയം രൂപീകരിക്കാനുള്ള പ്രവർത്തനം നടന്നുവരികയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പട്നയിൽ നടന്ന ചടങ്ങിൽ ബീഹാറിലെ കായിക താരങ്ങളെ അഭിസംബോധന ചെയ്യവേ പാർലമെന്റിൽ ഉടൻ ഒരു സമഗ്ര കായിക ബിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. टैलेंट आइडेंटिफिकेशन के लिए कॉम्प्रिहेंसिव वर्क प्लान हम तैयार कर रहे हैं, स्कूल लेवल पर और हायर सेकेंडरी स्कूल लेवल पर टैलेंट को आइडेंटिफाई करने के लिए और भारत सरकार की स्पोर्ट अथॉरिटी सब लोग साथ में मिलकर डिस्ट्रिक्ट लेवल पर एक प्लान बनाएंगे और हर साल ऐसे टैलेंट आइडेंटिफिकेशन का कार्यक्रम करा जाएगा ताकि हम 2036 के लिए एथलीट तैयार करना है. കായിക മേഖലയിലെ മികവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 2036ൽ ഇന്ത്യ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുമെന്നും മികച്ച പ്രകടനം നടത്തുന്നവരുടെ പട്ടികയിൽ ആദ്യ 10ൽ ഇടം നേടാനാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്നും ഡോക്ടർ മാണ്ഡവ്യ പറഞ്ഞു. ഇന്ത്യയുടെ കയറ്റുമതി മേഖല ശോഭനമായ ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അമൂല്യമായ രത്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ ഏറ്റവും മുൻപിലാണ് ഇന്ത്യ. നിലവിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളിലെ ആഗോള വിപണി വിഹിതത്തിന്റെ 13% ഇന്ത്യയിലാണെന്നും RBI റിപ്പോർട്ടിൽ പറയുന്നു. നിരവധി ഇനങ്ങളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ നീക്കിയത് മേഖലയുടെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമായതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സങ്കീർണമായ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇന്ത്യ എല്ലായ്പ്പോഴും ഉചിതമായ നിലപാട് സ്വീകരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാഷ്ട്രങ്ങൾ പരസ്പര കാഴ്ചപ്പാടുകളെ മാനിക്കുകയും ക്രിയാത്മകമായി ഇടപഴകുകയും ചെയ്യുമ്പോൾ മാത്രമേ ആഗോള പ്രശ്നങ്ങൾക്ക് സുസ്ഥിരമായ പരിഹാരങ്ങൾ കണ്ടെത്താനാകൂവെന്നും അദ്ദേഹം പറഞ്ഞു. ലാവോസിലെ വിയന്റിയാനിൽ 11ാമത് ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാവസായിക നവീകരണം, മെച്ചപ്പെട്ട പ്രവർത്തന ഏകോപനം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കി ഇന്ത്യ US പ്രതിരോധ പങ്കാളിത്തത്തിൽ കൈവരിച്ച പുരോഗതിയെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും അഭിനന്ദിച്ചു.
US ഇന്ത്യ പ്രതിരോധ വ്യാവസായിക സഹകരണ പ്രവർത്തന മാർഗ്ഗരേഖയ്ക്ക് കീഴിൽ ജെറ്റ് എഞ്ചിനുകൾ യുദ്ധോപകരണങ്ങൾ എന്നിവയിലുൾപ്പെടെ ഇരു രാജ്യങ്ങളും കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി അഭിനന്ദനീയമാണെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ലാവോസിലെ ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ജീവനക്കാർക്ക് ആധാർ അധിഷ്ഠിത യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പർ ഉറപ്പാക്കാൻ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ EPFOയ്ക്ക് സർക്കാരിന്റെ നിർദ്ദേശം. 2024-25 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിൽ നിന്ന് പരമാവധി തൊഴിൽദാതാക്കൾക്കും ജീവനക്കാർക്കും പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും കേന്ദ്ര തൊഴിൽ മന്ത്രാലയം EPFOയോട് നിർദ്ദേശിച്ചു. ആധാർ അധിഷ്ഠിത UAN പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഈ മാസം 30-നകം പൂർത്തിയാക്കണം. ലോകത്തിന്റെ വളർച്ചയെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തിയായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വർഷങ്ങളായി ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ നേടിയെടുത്ത വിശ്വാസമാണ് ഇതിന് കാരണമെന്നും ഇതിലൂടെ ഇന്ത്യൻ വ്യാപാര മേഖല ആഗോള മൂല്യശൃംഖലയുടെ ഭാഗമായെന്നും അദ്ദേഹം പറഞ്ഞു. ഫിക്കിയുടെ 97ാമത് വാർഷിക പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ഗോയൽ. വിവിധ മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളും സംരംഭങ്ങളും ഈ നേട്ടം കൈവരിക്കാൻ ഏറെ സഹായിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി. I would like to urge industry to play a more proactive role on helping us in our ease of doing business agenda, in our agenda to reduce compliance burdens, in our agenda to decriminalize any laws which are detrimental to your work, which are kind of an impediment or which make you uncomfortable. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ നേരിടുന്നതിനുള്ള അടിയന്തര സഹായം കേന്ദ്രത്തിൽ നിന്നും നേടിയെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാനത്തെ എംപിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിനും സംസ്ഥാനം സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനും ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ചൈനയിലെ ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യസെൻ ക്വാർട്ടറിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ ഡെൻമാർക്ക് താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ക്വാർട്ടറിൽ പ്രവേശിച്ചത്. ഇന്ന് നടന്ന വനിതാ ഡബിൾസ് 2ാം റൌണ്ടിൽ ഇന്ത്യൻ ജോഡിയായ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനീസ് താരങ്ങളോട് പരാജയപ്പെട്ടു. വനിതാ സിംഗിൾസിൽ PV സിന്ധുവും അനുപമ ഉപാധ്യായയും ക്വാർട്ടർ കാണാതെ പുറത്തായി. പ്രമുഖ ഇന്ത്യൻ വ്യവസായിക്കെതിരെ കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അമേരിക്ക കുറ്റം ചുമത്തിയ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സംഭവത്തിൽ സംയുക്ത പാർലമെന്ററി കാര്യസമിതി അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ വിമർശനവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് BJP വക്താവ് സാംബിത് പത്ര പറഞ്ഞു. ഗോവയിൽ നടക്കുന്ന ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ആദ്യ ദിനമായ ഇന്ന് വിവിധ വിഭാഗങ്ങളിലായി 40ഓളം സിനിമകൾ പ്രദർശിപ്പിക്കുന്നു. ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ ഈ വർഷം 25 ഫീച്ചർ ഫിലിമുകളും 20 നോൺ ഫീച്ചർ ചിത്രങ്ങളുമാണ് പ്രദർശിപ്പിക്കുന്നത്. മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശങ്ങളടങ്ങിയ പ്രസംഗത്തിൽ DGPയുടെ മേൽനോട്ടത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരുവല്ല കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി തള്ളി. 2022 ജൂലൈ 3-ന് പത്തനംതിട്ട മല്ലപ്പള്ളിയിലാണ് കേസിനാസ്പദമായ പ്രസംഗം നടന്നത്. താൻ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞിട്ടില്ലെന്നും കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. സജി ചെറിയാനെ മന്ത്രിസഭയിൽ തിരിച്ചെടുത്ത നടപടി തെറ്റായിരുന്നു എന്നാണ് ഹൈക്കോടതി വിധിയിലൂടെ വ്യക്തമായതെന്നും സജി ചെറിയാൻ ഉടൻ രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരളത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. രാവിലെ 8-ന് ആരംഭിക്കുന്ന വോട്ടെണ്ണലിനുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ നിന്ന് വോട്ടുകൾ എണ്ണിത്തുടങ്ങി. മിനിറ്റുകൾക്കുള്ളിൽ ആദ്യ ഫലസൂചന പുറത്തുവരും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജോർജ് ടൌണിൽ ഗയാന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. മത്സ്യബന്ധന മേഖലയിലെ സുസ്ഥിര വളർച്ച ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയുടെ കയറ്റുമതി മേഖല മികച്ച നിലയിലാണ് മുന്നേറുന്നതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ നേരിടുന്നതിനുള്ള അടിയന്തര സഹായം കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാൻ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യസെൻ ക്വാർട്ടറിൽ കടന്നു.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.